വന്നിരിക്കുന്നത് സേമിയ കൊണ്ടൊരു കേസരി ഉണ്ടാക്കാനാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 300 ഗ്രാം സേമിയ, 1/2 ലിറ്റർ പശുമ്പാല്, ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട്, നെയ്യും ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇതിനാവശ്യമായത്. ഹായ്, വെൽക്കം ബാക്ക് ടു സുലു കിച്ചൺ. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ചെയ്യണം നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കലാണ്. ഞാൻ അടുപ്പിലേക്ക് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് വെന്ത് മാറ്റി സേമിയ വേവിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. ലൈക്ക് ചെയ്യും കമന്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ പരമാവധി ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കേസരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിനകത്ത് ഞാൻ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേസരി ഇതിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, അല്ലാത്ത തട്ടിൽ വെക്കാം. അന്ന് കഴിഞ്ഞ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്, നമ്മുടെ ഷുഗർ സിറപ്പ്. അത് ഞാൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമുക്ക് പോയി ഫ്രിഡ്ജിൽ അങ്ങനെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി ഇതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള അടാർ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ.